നമസ്കാരം. ചൈന വലിയ രീതിയിൽ അവരുടെ ആണവശേഷി വർദ്ധിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അത്തരത്തിലുള്ള ചില സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. ചൈന ഇപ്പോൾ ആണവശേഷി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെടുത്തി ചില വിഷയങ്ങളെ അപഗ്രഥനം ചെയ്യുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ സത്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു ചെറിയ പോക്കല്ല, മറ്റെന്തിനോ ഉള്ള ഒരു സൂചനയാണ്. ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ സംയുക്ത ആക്രമണം നടത്തുമ്പോൾ ഇറാനൊപ്പമാണ് ഇപ്പോൾ ചൈന നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നോർത്ത് കൊറിയയുടെ പിന്തുണ ചൈനയ്ക്കുണ്ട്, റഷ്യയുടെ പിന്തുണ ചൈനയ്ക്കുണ്ട്. ഇത് ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. UN ആണെങ്കിൽ വലിയ ഇടപെടലുകളൊന്നും ഈ യുദ്ധവുമായി ബന്ധപ്പെടുത്തി നടത്തുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന വലിയ ഒരു സാമ്പത്തിക ശോഷണം അനുഭവിക്കുന്ന ഒരു സമയമാണ്. ചൈനയുടെ ഉത്പന്നങ്ങൾക്ക് വലിയ ഡിമാൻഡൊന്നും ലോകത്തില്ല. പല രാജ്യങ്ങളും ചൈനയുടെ ഉത്പന്നങ്ങൾ തിരസ്കരിക്കുന്നുണ്ട്. അവരൊന്നും ചൈനയുടെ ഉത്പന്നങ്ങൾ എടുക്കുവാൻ തയ്യാറാകുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്തുകൂടെ നടക്കുന്നു. അതോടൊപ്പം തന്നെ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ കാര്യത്തിലാണെങ്കിൽ പല രാജ്യങ്ങളും അതിൽ നിന്ന് പിന്മാറി. ഇനി പിന്മാറാത്ത പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണമാണ് ചൈനയുടെ ഉദ്യോഗസ്ഥന്മാർ നേരിടുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി ചൈന അയക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ പലരും ഭീകരവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. അത്തരമൊരു സാഹചര്യവും കൂടെ കണക്കിലെടുത്ത് പാകിസ്ഥാനിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമം കൂടി ചൈന നടത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും അത് ഒത്തുതീർപ്പിലായി എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ചൈന അത്തരത്തിൽ വലിയ വെല്ലുവിളിയാണ് പാകിസ്ഥാനിൽ നിന്ന് നേരിടുന്നത്. അങ്ങനെ ചൈനയ്ക്ക് വലിയ കഷ്ടകാലത്തിൻ്റെ സമയമാണ്. ഒരു ഏജിങ് പോപ്പുലേഷൻ, വളരെ വൃദ്ധരായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ ചൈനയിലുള്ളത്. അങ്ങനെ ചൈനയുടെ ഒരു സുവർണ്ണ കാലഘട്ടം അവസാനിക്കുകയും ഒരു കഷ്ടകാലം വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഇടത്തിൽ നിന്ന് എങ്ങനെ ചൈനയ്ക്ക് ഒരു മോചനം കിട്ടും എന്നാണ് ഇപ്പോൾ ചൈന ആലോചിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള പദ്ധതികൾ പലതും ചൈന നോക്കുന്നുണ്ട്. ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കേന്ദ്രീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നോക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ചില ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ചൈനയെ പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിക്കാൻ ഒരു രാജ്യത്തിനും സാധിക്കില്ല. കാരണം ചൈന ഏത് നിമിഷം വേണോ അടുത്ത രാജ്യത്തിൻ്റെ അതിർത്തി തോണ്ടി അവിടെ നിന്ന് കുറച്ച് സ്ഥലം എങ്ങനെയെങ്കിലും എടുക്കാം എന്നുള്ള പല പദ്ധതികളും ആവിഷ്കരിക്കുന്ന രാജ്യമാണ്. ഇപ്പോൾ ഇന്ത്യക്കെതിരെ ചിക്കൻ നെക്ക് കോറിഡോറിലേക്ക് ആക്രമണം നടത്തി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അപ്പാടെ വിഴുങ്ങാനുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം ചൈനയ്ക്കുണ്ടായിരുന്നു. അരുണാചൽ പ്രദേശ് ചൈനയുടെ അഭിവാജ്യ ഘടകമാണെന്ന് പറഞ്ഞു. ചുംബി വാലിയുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയൊക്കെ ചൈന വലിയ രീതിയിൽ ഇന്ത്യയുടെ സ്ഥലങ്ങൾ കൈയടക്കുവാൻ വേണ്ടിയിട്ടുള്ള വ്യാപകമായ ശ്രമം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതൊക്കെയും അതിജീവിച്ചാണ് ഭാരതം മുന്നോട്ട് പോയത്. കാരണം ചൈന നടത്തിയ എല്ലാ വെല്ലുവിളിയും, ദോക്ലാമിലടക്കം നടത്തിയ എല്ലാ വെല്ലുവിളിയും ആ വെല്ലുവിളിയെല്ലാം ഇന്ത്യ സ്വീകരിച്ചതിന് ശേഷം ചൈനയെ നിലം പരിശാക്കുകയായിരുന്നു. ഒരു രീതിയിലും ചൈനയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. 1960കളിലെ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് ചൈനയ്ക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങൾക്ക്, ഒരുപക്ഷെ മോദി സർക്കാർ വരുന്നതിന് മുന്നേ ഉള്ള വർഷങ്ങളിൽ ഉള്ള ഒരു കണക്കെടുത്ത് നോക്കിയാൽ ആ ഭാഗങ്ങളിലൊന്നും ബോർഡർ റോഡുകൾ നിർമ്മിക്കുവാൻ പോലും നമ്മുടെ ഭരണകൂടത്തിന് കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. ചൈനയെ ഭയപ്പെട്ടുകൊണ്ട് ആ ഭാഗങ്ങളിലൊന്നും ബോർഡർ റോഡുകൾ നിർമ്മിച്ചില്ല. അതിനുശേഷം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഭാഗങ്ങളിലൊക്കെ ബോർഡർ റോഡ് നിർമ്മിക്കുകയും നമ്മുടെ ചൈനയുടെ അടുത്ത് വരുന്ന ബോർഡറുകളിലെല്ലാം സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയും ഏത് തരത്തിലുള്ള ഒരു ആക്രമണത്തിനും ഭാരതം സജ്ജമാകുകയും ചെയ്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിൽ ചൈനയെ ഭാരതം വെല്ലുവിളിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനി ചൈനയ്ക്ക് ഒരു ഇഞ്ച് സ്ഥലം മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഒരു കാലെടുത്ത് മുന്നോട്ട് വയ്ക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്നാലും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണു കിട്ടിയ അവസരം പോലെ യുദ്ധം വന്നിരിക്കുന്നത്. എന്തായാലും ചൈന ഈ കാര്യത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷേ എന്തെങ്കിലും ആയുധ വിപണനത്തിൽ കൂടിയോ, അല്ലെങ്കിൽ അണ്വായുധം എന്തിനാണ് ഇത്തരത്തിൽ കാര്യമായ രീതിയിൽ വികസിപ്പിക്കുന്നത് എന്ന് അറിയില്ല. എന്തെങ്കിലും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സാധ്യതകൾ പരിഗണിച്ചാണോ ചൈന ഇങ്ങനെ ചെയ്യുന്നതെന്നും വ്യക്തമായ ഉത്തരം ഒന്നും നമുക്ക് ലഭ്യമല്ല. ഇനി വരും സമയങ്ങളിൽ, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പോഴും ആ സമയം ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കനക്കുകയാണ്. പാകിസ്ഥാൻ ഇടയ്ക്ക് ഒത്തുതീർപ്പ് ചർച്ചയ്ക്കൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു. പല രാജ്യങ്ങളുടെ അടുത്തേക്കും പാകിസ്ഥാൻ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് എത്തിയിട്ടുണ്ടായി. ചൈനയുമായിട്ട് പോലും ചൈനയുടെ സഹകരണത്തോടു കൂടി ഒരു യുദ്ധം ഒത്തുതീർപ്പിലെത്താനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. അസീം മുനീർ ബീജിങ്ങിലേക്ക് പോയിരുന്നു, ബീജിങ്ങിലേക്ക് സന്ദർശനമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ചൈനയ്ക്ക് പാകിസ്ഥാൻ്റെ ഒരു പിന്തുണയോടുകൂടി യുദ്ധം പരിഹരിക്കാൻ വേണ്ടിയിട്ട് വലിയ ആഗ്രഹമൊന്നും പ്രകടിപ്പിച്ചില്ല. ഇനി ഇറാൻ്റെ ഭാഗത്താണെങ്കിൽ ഇറാന് താല്പര്യമില്ലെന്ന് ആദ്യമേ തന്നെ പറഞ്ഞു. അമേരിക്കയാണെങ്കിൽ പാകിസ്ഥാനെ ഒരു ആഗോള ഭീകരവാദ
രാജ്യമാക്കിയാണ് ഇപ്പോൾ റിപ്പോർട്ട് തന്നെ വച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത, കാരണം ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിക്കേണ്ടത് പാകിസ്ഥാനാണ് ഏറ്റവും അധികം അത്യാവശ്യം. കാരണം പാകിസ്ഥാന് ഒരു കാരണവശാലും ഈ യുദ്ധത്തിൽ സൗദി അറേബ്യയെ എതിർക്കുവാൻ കഴിയില്ല. കാരണം ഇറാനൊപ്പം നിൽക്കുകയാണ് പാകിസ്ഥാനെങ്കിൽ സൗദി അറേബ്യയ്ക്ക് എതിരെ നിൽക്കണം, അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കണം. അങ്ങനെയും ചെയ്യുവാൻ കഴിയില്ല. യുദ്ധം മുന്നോട്ട് പോവുകയും ഇറാൻ സൗദി അറേബ്യയെ ആക്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സൗദിയോടൊപ്പം പാകിസ്ഥാൻ നിലനിൽക്കേണ്ടതുണ്ട്. കാരണം സൗദി അറേബ്യയുമായി പാകിസ്ഥാന് ഒരു കരാറുണ്ട് 2025. ഏതെങ്കിലും രാജ്യം സൗദി അറേബ്യയെ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും സൗദിക്ക് പിന്തുണ കൊടുക്കാമെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ യുദ്ധം ഇത്രയും കനത്ത ഒരു സാഹചര്യത്തിൽ പോലും സൗദി അറേബ്യയ്ക്ക് യാതൊരുവിധ പിന്തുണയും പാകിസ്ഥാൻ നൽകിയില്ല. ഇനി ഇറാനെ എതിർക്കാമെന്ന് വെച്ചാലോ, ഇറാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഷിയ ജനസംഖ്യയുള്ളത് പാകിസ്ഥാനിലാണ്. ഏതെങ്കിലും തരത്തിൽ സൗദി അറേബ്യ പിന്തുണയ്ക്കുകയോ അമേരിക്കയോ ഇസ്രായേലിനെയോ പിന്തുണച്ചാൽ ഇവിടെ നിന്ന് ശക്തമായൊരു ആക്രമണം തന്നെ പാകിസ്ഥാനെതിരെ ഉണ്ടാകും. ഇനി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് കറാച്ചി വളരെ അടുത്താണ്. പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണം ഇറാനോട് അടുത്താണ്. ഇറാൻ ഒരു ആക്രമണം നടത്തിയാൽ തന്നെ പാകിസ്ഥാൻ അതിൽ നിന്ന് മോചനം കിട്ടുക എന്ന് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഭവം തന്നെയാണ്. അത്തരത്തിൽ പാകിസ്ഥാന് വലിയ പാടാണ് ഈ യുദ്ധത്തിൽ. ആരുടെയെങ്കിലും അടുത്തൊരു കൂറ് കാണിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടേറിയ ഒരു സംഭവം തന്നെയാണ്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ 42% ഭീകരവാദം വളർന്നു കഴിഞ്ഞു. പാകിസ്ഥാന് നേരെയുള്ള ഭീകരവാദം വളർന്നു കഴിഞ്ഞു. അത് തെഹ്രീക്ക് താലിബാൻ്റെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ ബലൂച്ച് ആർമിയുടെ കാര്യത്തിലായാലും ഒക്കെ പാകിസ്ഥാന് കനത്ത ആക്രമണമാണ് ഇവരുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ആ തരത്തിലും പാകിസ്ഥാൻ വളരെയധികം നാണം കെട്ട് നാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇനി കടം കിട്ടാനാണെങ്കിൽ ലോകത്തിൽ ഒരിടത്തുനിന്നും കടം കിട്ടില്ല. അങ്ങനെ പാകിസ്ഥാൻ ഒരു ഭാഗത്ത് സൈഡായി. പാകിസ്ഥാന് എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന ഒരു സാഹചര്യത്തിലാണ്. ഇങ്ങനെ കാര്യങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോകുന്നു. ഇനി അതോടൊപ്പം ഇനി ഇറാന് നേരെയുള്ള യുദ്ധത്തിൻ്റെ ഒരു കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ തീർച്ചയായിട്ടും അത് വലിയ സങ്കീർണമായ അവസ്ഥകളിൽ കൂടിയാണ് യുദ്ധം മുന്നോട്ട് പോകുന്നത്. ഇറാന് ഇനി സൂചി കുത്താൻ ഇടമില്ല എന്ന തരത്തിലാണ് ആക്രമണങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഖാർഗ് മേഖലയിലേക്ക് കടന്നുകൂടി വലിയ രീതിയിലുള്ള ആക്രമണമാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം എന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇറാന് വലിയ ക്ഷീണം, വലിയ ക്ഷതം തന്നെ ഏൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈന്യത്തിന് ആയിട്ടുണ്ട്. അവരുടെ സിമൻറ്റ് ഫാക്ടറികളും പെട്രോ കെമിക്കലും അടക്കമുള്ള എല്ലാ മേഖലയിലേക്കും യുദ്ധം വ്യാപിച്ചിട്ടുണ്ട്. അവരുടെ വ്യാവസായിക സംവിധാനങ്ങളെല്ലാം തന്നെ തകർക്കപ്പെട്ടു കഴിഞ്ഞു. അവരുടെ ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു. ഇനി എന്താണ് ഇറാന് മുന്നോട്ടുള്ള ജീവിക്കാനുള്ള ഒരു പ്രേരണ എന്ന് പോലും അറിയാതെ അവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ആദ്യം ജനങ്ങൾ വലിയ പ്രക്ഷോഭം ഇറാൻ്റെ ഗവൺമെൻറ്റിനെതിരെ നടന്നു. ആ പ്രക്ഷോഭത്തിൻ്റെ സമയത്തായിരുന്നെങ്കിൽ പിന്നെയും ഒന്ന് നമുക്ക് നോക്കാമായിരുന്നു. കാരണം ആ പ്രക്ഷോഭത്തിന് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നീങ്ങി അത് അവസാനിക്കുമായിരുന്നു. ഇനി അതും അവസാനിക്കാനുള്ള സാധ്യതയില്ല. കാരണം ആ സമരത്തിൽ കൂടി വലിയ നാശനഷ്ടമൊന്നും ഇറാന് സംഭവിച്ചില്ല. പക്ഷേ ഈ യുദ്ധം ഇറാനെ അടിമുടി തകർത്ത് കഴിഞ്ഞു. ഏകദേശം 35,000 പേരാണ് ആ സമരത്തിനിടയിൽ, ആ പ്രക്ഷോഭത്തിനിടയിൽ കൊല്ലപ്പെട്ടത് എന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. അതിനുശേഷം നടന്ന ഈ ആക്രമണത്തിൽ കൂടി ഇറാൻ വളരെ വലിയ രീതിയിലുള്ള ഒരു ക്ഷതം ഏറ്റുകഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ജീവിതം എന്ന് പോലും ഇറാൻ അറിയാത്ത ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമാനായി കൊല്ലപ്പെട്ടു. അതോടൊപ്പം തന്നെ മൊജ്തബ ഖമനായി കൊല്ലപ്പെട്ടു. ഇങ്ങനെ ഇറാന് ഇനി ഒരു വാക്വമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ആരാണ് ഇനി ഇറാനെ ഭരിക്കുക എന്നത് അറിയില്ല. മസൂദ് പെഷഷ്കിയാൻ ഭരണം നടത്താനാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ IRGC അനുവദിക്കുന്നുമില്ല. ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ രീതിയിൽ ചൈന വലിയ രീതിയിൽ ആണവശേഷി വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ശ്രമം തന്നെ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ രീതിയിൽ ആണവശേഷി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചൈനയുടെ ശ്രമം അത്ര ലളിതമായി, അത്ര നിഷ്കളങ്കമായി എടുക്കുവാൻ കഴിയില്ല. അത് ഒരു യുദ്ധത്തിൻ്റെ നാന്ദി തന്നെ ആകാനാണ്, യുദ്ധത്തിൻ്റെ തുടക്കം തന്നെ ആകാനാണ് കൂടുതൽ സാധ്യത. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.